ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ബാങ്കിങ് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ വൈശാഖ് മാധവൻ. അപ്പോൾ എല്ലാവർക്കും എന്താണ് പഠനമൊക്കെ ആയിട്ട് കുറച്ച് ടെൻഷനൊക്കെ അടിച്ചിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ ഈ ടെൻഷൻ എന്തിനാ? ക്യൂ ആണെങ്കിൽ നമുക്ക് ടൈമിന് ചെയ്യാൻ കിട്ടുന്നില്ല അല്ലേ? ടൈം കിട്ടുന്നില്ല. ക്യൂ മാത്രമല്ല, ഇംഗ്ലീഷും റീസണിങ്ങും എല്ലാം ടൈം കിട്ടുന്നില്ല സാർ എന്നുള്ളൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വെച്ചിട്ട് വന്നതാ അല്ലേ? അപ്പോൾ നമുക്ക് അതുകുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ പ്രിലിമിനറി എക്സാമൊക്കെ? വലിയ കുഴപ്പമൊന്നുമില്ലാതെ, അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഇങ്ങോട്ട് കയറി പോരും അല്ലേ? പക്ഷെ മെയിൻസിന് എല്ലാവരും കുറച്ച് ഡിഫിക്കൽട്ടി ചിലവരൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിനും എൻട്രി നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മൾ മെയിൻസ് എക്സാമിന് വേണ്ടി മാത്രമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ, മെയിൻസിന് വേണ്ടി മാത്രം, അതായത് പ്രിലിംസൊക്കെ സെറ്റായി സിലബസൊക്കെ കവർ ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് മെയിൻസിന് വേണ്ടി മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് ബാച്ച് ഫോർ മെയിൻസ് എൻട്രിയിലുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിയാനായിട്ട് 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളുടെ ഓൾറെഡി നമ്മളുടെ ബാങ്ക് ഗോൾഡ് ബാച്ചും നടക്കുന്നുണ്ട്. ബിഗിനറായിട്ടുള്ളൊരു കുട്ടി ഇങ്ങോട്ട് വരാണെങ്കിൽ SBA POക്കും IBPS POക്കൊക്കെയുള്ള ഇൻ്റർവ്യൂ ട്രെയിനിങ്ങും ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങളുടെ പുറത്തേക്ക് പോകാം. A to Z കാര്യങ്ങൾ 4 ലെവലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഫുൾ സിലബസ് കവർ ചെയ്ത് തരും, നിങ്ങളുടെ വീക്ക്നെസ് കണ്ടുപിടിച്ച് ഇമ്പ്രൂവ് ചെയ്ത് തരും, ആക്യുറസി ബിൽഡ് ചെയ്യും, മെയിൻസിനുള്ള പ്രിപ്പറേഷൻ, അഡ്വാൻസ്ഡ് ലെവൽ പ്രിപ്പറേഷൻ, ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ട്രെയിനിങ്, പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞില്ല, മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ത്രൂ ഔട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ്, ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റ്, റിസൾട്ട് ഓറിയൻറ്റഡ് സ്റ്റഡി പ്ലാൻ. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ അനാലിസിസ് നടത്തുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ്. അപ്പോൾ നിങ്ങൾ എവിടെയാണോ വീക്കെന്ന് വളരെ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അവിടെ നിന്ന് നിങ്ങളെ പൊക്കിക്കൊണ്ടുവന്ന് റിസൾട്ടിലേക്ക് എത്തിക്കും. അപ്പോൾ എൻട്രി ബാങ്ക് ഗോൾഡ് ബാച്ചിനെ കുറിച്ച് അറിയാനും 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം. മറക്കണ്ട, എൻട്രിയിൽ മെയിൻസിന് വേണ്ടി മാത്രമുള്ള ബാച്ചുകളുണ്ട്. അതിനെക്കുറിച്ച് അറിയാനും 7736122215 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡയൽ ചെയ്താൽ മതി. നമ്മളുടെ കൗൺസിലിംഗ് ടീം അവിടെ റെഡിയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് എല്ലാവരും ഒന്ന് മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് നമ്മൾ IBPS POൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ IBPS POൻ്റെ എക്സാം എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. പ്രിലിംസിന് 3 ആൾക്കാരുണ്ട്. ന്യൂമറിക്കൽ എബിലിറ്റി 35 ക്വസ്റ്റ്യൻസ് 30 മാർക്ക് 20 മിനിറ്റ്സ് അല്ലേ? റീസണിങ് 35 ക്വസ്റ്റ്യൻസ് 35 മാർക്സ് 20 മിനിറ്റ്സ്. ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്സ് 20 മിനിറ്റ്സ്. 60 മിനിറ്റ് 1 മണിക്കൂർ അല്ലേ? ക്ലിയർ ആണ്? ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അല്ല, നമ്മൾ പറയണം, എന്നാലാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടല്ലോ എന്ന് ഒന്ന് ഓർത്ത് ഉഷാറായിട്ടിരുന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ജസ്റ്റ് നമ്മളെപ്പോഴും റിമൈൻഡ് ചെയ്യുന്നതാണ്. മെയിൻസിലേക്ക് വരുമ്പോൾ എന്താണ് മെയിൻസ്? IBPS POൻ്റെ ആണ് കേട്ടോ. റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 45 ക്വസ്റ്റ്യൻസ് 60 മാർക്സ് 60 മിനിറ്റ് ആണ്. GA ജനറൽ എക്കണോമി ബാങ്കിങ് അവെയർനെസ് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്സ് 35 മിനിറ്റ്സ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 35 ക്വസ്റ്റ്യൻസ് 40 മാർക്സ് 40 മിനിറ്റ്സ് ആണ്. ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ QA എന്ന് പറയുന്നത് 35 ക്വസ്റ്റ്യൻസ് 60 മാർക്സ് 45 മിനിറ്റ്സ്. ടോട്ടൽ 155 ക്വസ്റ്റ്യൻസ് 203 hours ആണ് വരുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. എന്താണ്? ലെറ്റർ റൈറ്റിംഗ് ആൻഡ് എസ്സേ 25 മാർക്സ് ആണ് മാക്സിമം വരുന്നത്. 30 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങൾ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എക്സാം എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. സമയമുണ്ട്, ഇൻഡിവിജ്വൽ ടൈമിംഗ് ഉണ്ട്, ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ഉണ്ട്. അപ്പോൾ ആ ടൈമിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എക്സാമുകൾ എഴുതി അവസാനിപ്പിക്കണം. അപ്പോൾ അവിടെ ടൈം കിട്ടുന്നില്ല എന്ന് പറയും. ടൈം കിട്ടാത്തത് നിങ്ങൾക്ക് മാത്രമാണോ? അല്ല. ആണോ? കുറേ ആൾക്കാർക്ക് കിട്ടുന്നില്ല. പക്ഷേ ടൈം കിട്ടിയവരല്ലേ സക്സസ്ഫുൾ ആവുന്നേ. കട്ട് ഓഫിൽ നിങ്ങൾ ഉൾപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളെക്കാൾ മിടുക്കന്മാരും മിടുക്കികളും അവിടെ ഉണ്ട് മക്കളെ. അവർ നിങ്ങളെക്കാൾ കൂടുതൽ മാർക്ക് മേടിച്ചത് കൊണ്ടല്ലേ നിങ്ങൾ ഔട്ടായി പോയത്. അതൊന്ന് ആലോചിക്കുക. അവർ ആ ടൈമിൽ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെപ്പോലെ തന്നെയുള്ള കുട്ടികൾ തന്നെയാണ് അവരും. കുറച്ചും കൂടിയും എഫക്റ്റീവായിട്ട് സ്മാർട്ടായിട്ട് അവർ വർക്ക് ചെയ്തു. നമുക്ക് ടൈമിന് ഇന്നാൾ ഒരു സ്റ്റുഡൻ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഞാൻ എല്ലാം ചെയ്യും, ഏത് ക്വസ്റ്റ്യൻ തന്നാലും ഞാൻ ചെയ്യും. ഞാനപ്പോൾ ആളോട് പറഞ്ഞു, ഒരു
പെൺകുട്ടിയായിരുന്നു. ഒരു കാര്യം ചെയ്യൂ, ഞാനൊരു 30 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് ചെയ്യാൻ പറഞ്ഞു. വളരെ കൃത്യമായിട്ട് പെർഫെക്റ്റായിട്ട് ആൻസർ കൊണ്ടുവന്നു. പക്ഷേ ഈ കുട്ടി ഒന്നും ക്രാക്ക് ചെയ്യുന്നില്ല. ഞാൻ ചോദിച്ചു എത്ര സമയമെടുത്തു. 30 ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് 1 മണിക്കൂർ സമയം ആ കുട്ടി എടുത്തു. 2 മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. എത്രയാണ്? 30 ക്വസ്റ്റ്യൻ ചെയ്യാൻ 1 മണിക്കൂർ, 60 മിനിറ്റ് എടുത്തു. ഞാൻ പറഞ്ഞു ഈ 30 ക്വസ്റ്റ്യൻ ഒരു കാര്യം ചെയ്യൂ, 15 മിനിറ്റിൽ ചെയ്തിട്ട് അടുത്തേക്ക് വരാൻ പറഞ്ഞു. വേറെ ഒരു 30 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു 15 മിനിറ്റിൽ ചെയ്യാൻ പറഞ്ഞു. 15 മിനിറ്റിൽ ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റിയത് 10 ക്വസ്റ്റ്യനാണ്. 30-ൽ 10 ക്വസ്റ്റ്യനേ ചെയ്തുള്ളൂ. ഞാൻ പറഞ്ഞു എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാ കൺസെപ്റ്റും കാര്യങ്ങളും അറിയാം, പക്ഷെ പോകുന്ന മെത്തേഡുകൾ, വഴികൾ തെറ്റാണ്. ചെയ്ത് നോക്കി പോകുമ്പോൾ സ്റ്റെപ്പുകൾ ഒരുപാട് എഴുതി ചെയ്യുന്നുണ്ട്, അവോയ്ഡ് ചെയ്യുക. കറക്റ്റ് ഷോർട്ട് കട്ടുകൾ വെച്ച് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് സമയത്തിന് നമ്മൾ ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ മാക്സിമം ഒരു 30 സെക്കൻഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും 30 സെക്കൻഡിൽ കിട്ടുമെന്നാണോ ഞാൻ പറഞ്ഞത്? അല്ല, ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 5 സെക്കൻഡിൽ കിട്ടും, ചില ക്വസ്റ്റ്യൻസ് 1 മിനിറ്റ് എടുക്കേണ്ടി വരും. ഈ 5 സെക്കൻഡിലും 10 സെക്കൻഡിലൊക്കെ നിങ്ങൾ ചെയ്തെടുക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിന്നും നമ്മൾ സേവ് ചെയ്യുന്ന ടൈം നമ്മൾ മറ്റുള്ള ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം. ക്ലിയർ? അപ്പോൾ ഈ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അതല്ലാതെ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് എടുത്ത് ഒരുപാട് സമയം എടുത്തിരുന്ന് ചെയ്യണതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? യാതൊരു കാര്യവുമില്ല. നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന ടൈമിൽ ചെയ്യണം. 35 ക്വസ്റ്റ്യന് നമുക്കുള്ളത് 20 മിനിറ്റാണ്. ആ 20 മിനിറ്റിനുള്ളിൽ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ആ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ വൈസ് ക്യൂസസ്. സെക്ഷൻ വൈസ് ക്യൂസ് എന്ന് ഞാൻ പറഞ്ഞത് QAയുടെ ഒരു 10 ക്വസ്റ്റ്യൻ എടുത്തു, 5 മിനിറ്റ് സമയം. 10 ക്വസ്റ്റ്യൻ ചെയ്യാൻ 5 മിനിറ്റ് സമയം. ആദ്യം കുറേ തെറ്റും, വിത്ത് ആക്യുറസിയോട് കൂടെ നമ്മൾ ചെയ്യണം കേട്ടോ. ആക്യുറസി ഇമ്പോർട്ടൻ്റാണ്. അങ്ങനെ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് ടൈമിൽ സെക്ഷൻ വൈസ് ക്യൂസിൽ അവർ ടൈം കൊടുത്തിട്ടുണ്ടാവും. അവർ മാക്സിമം കിട്ടുന്ന ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് ചെയ്യുന്ന ടൈമായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക നമ്മളുടെ സെക്ഷൻ വൈസ് ക്യൂസിലൊക്കെ. ആ ടൈമിൽ തന്നെ ആ 10 ക്വസ്റ്റ്യനും ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? എത്തണം. അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യണം. സെക്ഷൻ വൈസ് ക്യൂസുകൾ എന്തിൻ്റെയാണ്? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ആയാലും റീസണിങ്ങിൻ്റെ ആയാലും ഇംഗ്ലീഷിൻ്റെ ആയാലും സെക്ഷൻ വൈസ് ക്യൂസുകൾ കറക്റ്റ് ചെയ്ത് നിങ്ങൾ ഒരുവിധം നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആയി, ഓക്കെ ഞാൻ സെറ്റാണ്. എന്തിന്? മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് ഞാൻ സെറ്റാണ്. സെൽഫായിട്ട് നിങ്ങൾ ഉറപ്പിച്ചു. എന്നാൽ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യാം. പ്രിലിംസിൻ്റെ ആണെങ്കിൽ എന്ത് ചെയ്യാം? ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യാം. എന്ത് ചെയ്യാം? പ്രിലിംസിൻ്റെ ആണെങ്കിൽ ഫുൾ മോക്ക് ടെസ്റ്റ്. ഫുൾ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IBPS POൻ്റെ ആണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നു അല്ലേ? 100 ക്വസ്റ്റ്യൻസ്, 30 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് 20 മിനിറ്റാണ്. 35 ക്വസ്റ്റ്യൻസ് റീസണിങ് 20 മിനിറ്റാണ്. 35 ക്വസ്റ്റ്യൻസ് QA ന്യൂമറിക്കൽ എബിലിറ്റി 20 മിനിറ്റാണ്. ആ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാം. കറക്റ്റ് ടൈമിലിരുന്ന് നിങ്ങളുടെ 100% ഓടണം. ചിലർ മോക്ക് ടെസ്റ്റ് ചെയ്യാനിരിക്കും. എങ്ങനെയാണ്? ഫോൺ എടുത്ത് നിങ്ങളുടെ ഫ്രണ്ടിൽ വയ്ക്കും. ഓക്കെ, പോസ് അടിക്കാനുള്ള എന്തുണ്ടാവും? ചിലപ്പോൾ അതിൽ ഓപ്ഷൻ ഉണ്ടാവും. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫോണിൽ മെസ്സേജ് വന്നു, നോക്കി, ഓക്കെ റിപ്ലൈ അടിച്ചു, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു. അങ്ങനെയല്ല ഞാൻ ചെയ്യാൻ പറയുന്നത്. എങ്ങനെ നിങ്ങളൊരു എക്സാം ഹാളിലിരിക്കുന്നു, അല്ലെങ്കിൽ അമ്മ വിളിച്ചു ഒന്ന് കടയിൽ പോയിട്ട് വാ, അന്നതവിടെ ഇരിക്കട്ടെ, കടയിൽ പോയിട്ട് വരാം. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിനിടയിൽ മോക്ക് ടെസ്റ്റ് ചെയ്യാം. 12:30 മോക്ക് ടെസ്റ്റ് ചെയ്യാനായിരിക്കും. 1 മണിയാകുമ്പോൾ വിശന്നു, പോയി ഫുഡ് കഴിച്ചിട്ട് വന്നു. അങ്ങനെയാണോ മോക്ക് ടെസ്റ്റ് ചെയ്യണ്ടേ? അല്ല. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ നിങ്ങളൊരു എക്സാം ഹാളിലിരുന്ന് എക്സാം എഴുതുന്നു എന്നതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? മോക്ക് ടെസ്റ്റിനെ സമീപിക്കണം. കറക്റ്റ് ടൈമിൽ 20 മിനിറ്റ് കഴിയുമ്പോൾ അടുത്തിലേക്ക് പോവും. അങ്ങനെ മോക്ക് ടെസ്റ്റ് ചെയ്യുക. അങ്ങനെ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ, ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും മിക്സ് ആയിട്ടാണ് വരിക അല്ലേ? നമ്മൾ QAയിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് മിക്സ് ആയിട്ട് വരും, റീസണിങ്ങിൽ മിക്സ് ആയിട്ട് വരും, ഇംഗ്ലീഷിൽ മിക്സ് ആയിട്ട് വരും. ഞാൻ പ്രിലിംസിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്ക് നോക്കി, മാർക്ക് കുറവാണ്, സിസ്റ്റം അടച്ചു വെച്ചു, ഫോൺ മാറ്റി വെച്ചു. ഫോണിലാണ് ചെയ്യണമെങ്കിൽ ഫോൺ മാറ്റി വെച്ചു. അതല്ല ഉദ്ദേശിക്കുന്നത്. അനലൈസ് ചെയ്യണം. എവിടെയാണ് നിങ്ങളുടെ മാർക്ക് പോയത്, എവിടെയാണ് നിങ്ങൾ പിന്നാക്കം നിൽക്കുന്നത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ നിന്നും അനലൈസ് ചെയ്യണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ AI പ്രോഗ്രസ് ട്രാക്കറൊക്കെ യൂസ് ചെയ്തുള്ള അനാലിസിസൊക്കെ വരുമ്പോൾ എക്സാക്റ്റ് ആ പോയിൻ്റ് നമുക്ക് കിട്ടും.
അങ്ങനെ അനലൈസ് ചെയ്തിട്ട് ആ ടോപ്പിക്ക് നിങ്ങൾ വീണ്ടും എടുക്കുക, സെക്ഷൻ വൈസ് ക്വിസുകളിൽ പോവുക, അത് ചെയ്ത് പഠിക്കുക. കോംപ്രഹെൻഷനാണ് സമയത്തിന് എത്താത്തത്, കോംപ്രഹെൻഷനിൽ ഒരുപാട് സമയം കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നിങ്ങൾ കൊടുക്കുക, എന്നിട്ട് ചെയ്ത് പഠിക്കുക. അങ്ങനെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ടൈം മാനേജ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താണ്, ക്വസ്റ്റ്യൻസ് ലീവിങ് സ്ട്രാറ്റജി. നമ്മളെ ഒരു എക്സാമിന് പോയിരിക്കുമ്പോൾ നിങ്ങൾ സെറ്റാണ്, നിങ്ങൾ അത്യാവശ്യം ടൈമിലൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ വാശിയാണ്. 35 ക്വസ്റ്റ്യൻ ഉണ്ടോ, ഞാനത് ചെയ്തിരിക്കും, സെറ്റ് എന്ന് പറഞ്ഞ വാശി. ചിലപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, അവിടെ ഇരിക്കും. ഒരു 10 സെക്കൻഡിൽ കൂടുതൽ ആ ക്വസ്റ്റ്യൻ്റെ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അവനെ അങ്ങോട്ട് ഉപേക്ഷിച്ചേക്ക്. നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല. 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ ചില കുട്ടികൾ ആ ക്വസ്റ്റ്യൻ വെച്ചിരിക്കും. അത് ചെയ്താലും മക്കളെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 1 മാർക്കാണ്. ആ സമയം കൊണ്ട് നിങ്ങൾ 5 ക്വസ്റ്റ്യൻ അപ്പുറത്ത് ചെയ്താൽ 5 മാർക്ക് കിട്ടിയില്ലേ? എന്തിനാണ് വാശി? ടഫുള്ള ക്വസ്റ്റ്യൻ പ്രിലിംസിന് ചെയ്ത് കിട്ടിയാലും ആരും പറയാൻ പോകുന്നില്ല ആ മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ശരിയാക്കിയതാവും മാത്രം. ചിലപ്പോൾ അത് മാത്രമേ 20 മിനിറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. വല്ല കാര്യമുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലാക്കിയോ? അതിലൊന്നും ഒരു അർത്ഥമില്ല. നിങ്ങളുടെ പേപ്പറോ നിങ്ങളുടെ ഇതോ ഒന്നും ആരും അറിയാൻ പോകുന്നില്ല. ഒരു കമ്പ്യൂട്ടറാണ് അത് വാലുവേറ്റ് ചെയ്യുന്നത്, അല്ലേ? ഓൺലൈൻ എക്സാമാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. നിങ്ങൾ എക്സാം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മാർക്കും കാര്യങ്ങളൊക്കെ എൻ്റർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ആരോടും വാശി കാണിക്കണ്ട, ഒരു ക്വസ്റ്റ്യനോടും വാശി കാണിക്കണ്ട. ഒരു 10 സെക്കൻഡ് ഒരു ക്വസ്റ്റ്യനിൽ ഇരുന്നിട്ട് അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ലീവ് ചെയ്. ഇനി അത് അറിയാം, സമയം ഉണ്ടെങ്കിൽ തിരിച്ചു വരാം. മാർക്ക് ഫോർ റിവ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടിട്ടുണ്ടോ? നീല കത്തിക്കെടുക്കും ലൈറ്റ് പോലെ, അവനെ മാർക്ക് ചെയ്യുക. ആ 20 മിനിറ്റിൽ ഇനി സമയം കിട്ടുകയാണെങ്കിൽ തിരിച്ചു വന്നോ, ചെയ്തോ, ആരും പറഞ്ഞില്ല വേണ്ടാന്ന്. 34 ക്വസ്റ്റ്യനും ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരിക. 34 ക്വസ്റ്റ്യനും ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, തിരിച്ചു വരാം. അതല്ലാതെ ആ ക്വസ്റ്റ്യനിൽ വെറുതെ ടൈം കളയരുത്. ക്വസ്റ്റ്യൻ ലീവിങ് സ്ട്രാറ്റജി വെരി 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 ഇമ്പോർട്ടൻറ്റ്. എല്ലാം സെറ്റായ പിള്ളേരും 5 മിനിറ്റൊക്കെ എന്ത് ചെയ്യും, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അങ്ങോട്ട് ഇരുന്നു, ഇത് ചെയ്തിട്ടേ ഞാൻ ഇവിടുന്ന് പോവൂ എന്ന് വാശി പിടിക്കുക ചില കുട്ടികൾ. അവിടെ ഇരുന്നു 5 മിനിറ്റ് കഴിയുമ്പോഴാണ് 20 മിനിറ്റിൽ നിന്ന് തുടങ്ങിയ സംഭവം 15 മിനിറ്റിലെത്തി. പിന്നെ പെടപ്പാ, അങ്ങോട്ട് പേടിക്കാൻ തുടങ്ങും. AC ഹാളിലേക്ക് ഇരുന്ന് അങ്ങോട്ട് വിയർക്കാൻ തുടങ്ങും. അവൻ അല്ലെങ്കിൽ അവൾ ഇനി ആ ക്വസ്റ്റ്യൻ പേപ്പർ മുന്നോട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ സ്പീഡിലായിരിക്കും ടൈം പോവുക. അതുകൊണ്ട് ഒരു വാശിയും വേണ്ട. അറിയില്ലെങ്കിൽ അത് അപ്പം തന്നെ വിട്ട് കളയുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുക. മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തോ, ടൈം ഉണ്ടെങ്കിൽ തിരിച്ചു വരാം. നമുക്ക് ഇവിടെ സൈഡിൽ ക്വസ്റ്റ്യൻ ബാലറ്റ് നല്ല വൃത്തിക്ക് തന്നെ കൊടുത്തിട്ടുണ്ടാവും, അതിന് ചൂസ് ചെയ്യാം. ഓക്കെ, അതേപോലെയുള്ള കാര്യമാണ് കൂൾ മൈൻഡ് സെറ്റ്. നമ്മൾ കൂളായിട്ടിരിക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങോട്ട് വരുമ്പോൾ ചെയ്യുക. അതല്ലാതെ ഓവർ ടെൻഷനും, ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ 10-35 ക്വസ്റ്റ്യൻ ഉണ്ട് QAയിൽ, ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ബുദ്ധിമുട്ടാണ്, അത് ഞാൻ വിട്ട് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചൊന്നും എക്സാം ഇരിക്കേണ്ട. അറിയില്ലെങ്കിൽ വിട്ട് കളയുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്, അല്ലേ? അതല്ലാതെ പിന്നോട്ട് വന്ന് ആ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യണമെന്നുള്ള വാശിയൊന്നും ആരും കാണിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞു, കൂളായിട്ട് കാര്യങ്ങൾ എടുക്കുക, കൂളായിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങളെ സമീപിക്കുക. അപ്പോൾ ഈ കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ടൈം മാനേജ്മെൻറ്റ്. ആദ്യം നമ്മൾ നമ്മളുടെ ടൈമിലേക്ക് എന്തെത്തിക്കണം, ക്വസ്റ്റ്യൻ എത്തിക്കുകയാണോ? അല്ല, ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ടൈമിൽ നമ്മൾ എത്തണം. അതിന് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. കൺവെൻഷണൽ രീതികളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് കുറച്ച് ഷോർട്ട് ട്രിക്കുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ആ രീതിയിലേക്ക് എത്താം. ക്വസ്റ്റ്യനെ സമീപിക്കുന്ന രീതിയൊക്കെ ഒന്ന് മാറ്റാം. സെക്ഷൻ വൈസ് ക്വിസുകൾ ചെയ്യാം, ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യാം, ക്വസ്റ്റ്യൻ ലീവിങ് സ്ട്രാറ്റജി ഒന്ന് ഫോളോ ചെയ്യാം, കൂളായിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഇനി ഡോണ്ട് ഡു, എന്തൊക്കെ ചെയ്യാൻ പാടില്ല. ചിലവരെ ഇവിടെ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ എഴുതി ചെയ്യും. ആ പേപ്പർ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ എന്താണ് ആൻസർ ഷീറ്റ് നിങ്ങൾ ചെയ്യുന്ന ആരും കാണുന്നില്ല. അതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാർക്കോ കാര്യങ്ങളോ ഇല്ല. ഞാനൊരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. ഒരാൾ അണ്ടർലൈൻ ചെയ്ത് പോകും എല്ലാം. ഇപ്പം ഞാൻ ഈ അണ്ടർലൈൻ ചെയ്യാനായിട്ട് 1 സെക്കൻഡ് എടുത്തിട്ടുണ്ടാവില്ലേ 2 വര വരയ്ക്കാൻ? സിമ്പിൾ എക്സാമ്പിളാണ്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാൻ പറഞ്ഞ 30 സെക്കൻഡ് കൊണ്ടാണ്.
അങ്ങനെയാണെങ്കിലേ നിങ്ങളൊരു 30 ക്വസ്റ്റ്യനിൽ അണ്ടർലൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ 30 സെക്കൻഡ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടില്ലേ? ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയമാണ് നമ്മൾ ഈ ചെറിയ ഒരു അണ്ടർലൈൻ ഇട്ട് പോകുന്നത്. അവോയ്ഡ് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. പരമാവധി നോക്കി എഴുതൽ, സ്ക്രീനിൽ നോക്കി എഴുതുക അങ്ങനെയൊക്കെയുള്ള അനാവശ്യമായിട്ട് ആ ഗ്യാപ്പിലുള്ള ടൈമുകളുണ്ട്. എക്സാം തുടങ്ങിക്കഴിഞ്ഞാലേ ഞാൻ ഇങ്ങനെ നോക്കി, അപ്പുറത്തെ ആൾ പേപ്പറും കൊണ്ട് പോകുന്നുണ്ട്, ആളെവിടെ നിന്ന് എടുത്തു അവിടെ കൊണ്ടുവിട്ടു, ആളവിടെ എത്താനായിട്ട് പോയി 2 സെക്കൻഡ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളതെന്നാ പോയേ. തിരിച്ച് ഇപ്പുറത്തെ ആൾ പേന നിലത്ത് വീണു, നോക്കി, പേന കിട്ടി, സന്തോഷം. അപ്പോൾ ഈ എക്സാം ഹാളിൽ അനാവശ്യമായിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് വെറുതെ ടൈം കളയാതിരിക്കുക. എക്സാം തുടങ്ങിയ യുദ്ധകാലാടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. അത് മാത്രമായിരിക്കണം നമ്മളുടെ ലക്ഷ്യം. അതല്ലാതെ അനാവശ്യമായിട്ട് വെറുതെ പേപ്പറിൽ ഒരുപാട് വരച്ച് തിരിച്ച് മറച്ച്, പിന്നെ ചിലവരുണ്ട് വെറുതെ ആവശ്യമില്ലാണ്ട് കുറേ എഴുതി പോലെ, അതൊക്കെ ഒഴിവാക്കുക. അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇതിനൊക്കെ പ്രാക്ടീസ് ചെയ്ത് നല്ല വൃത്തിക്ക് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ. ഒരൊറ്റ ദിവസം കൊണ്ടൊന്നും ചിലപ്പോൾ നടക്കണമെന്നില്ല. അപ്പോൾ ഇനി വരുന്ന എക്സാമുകളിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പരമാവധി ടൈം വെച്ച് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ബേസ് ലെവൽ പഠിക്കുമ്പോഴായാലും ടൈം വെക്കുക. ആദ്യം ക്വസ്റ്റ്യൻസ് എഴുതുക. സിംപ്ലിഫിക്കേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈമിൽ ചെയ്തെടുക്കാൻ കേട്ടോ. കാരണം ഇപ്പോൾ RRB ക്ലർക്കിനൊക്കെ 15 മാർക്ക് 15 ക്വസ്റ്റ്യനൊക്കെ സിംപ്ലിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്യണം. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ 1 മിനിറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആകെ 20 മിനിറ്റൊക്കെയാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ 40 ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ. അപ്പോൾ നമ്മൾ ഇത്ര സമയം കൊണ്ടൊന്നും 1 മിനിറ്റ് കൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല. സ്പീഡിൽ ചെയ്യണം. സ്ക്രീനിൽ നോക്കി തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. കുറേയൊക്കെ അങ്ങനെ ചെയ്ത് തന്നെ പഠിക്കുക. ഇതിന് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ്. ടൈം മാനേജ്മെൻറ്റ് കിട്ടണമെങ്കിൽ, ടൈം കൈപ്പിടിയിൽ ഒതുക്കണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പറ്റുള്ളൂ. ഇന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു, നാളെ ചെയ്തു, ഒരാഴ്ച 2 ആഴ്ച 3 ആഴ്ച ചെയ്ത് നിങ്ങൾ ടൈമിൽ സെറ്റായെന്ന് കരുതി എക്സാമിന് 2 ആഴ്ച വിശ്രമിക്കാനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ എന്ന് ചെയ്തിൽ നിർത്തുന്നോ അപ്പം തൊട്ട് നമ്മൾ പിന്നാക്കം വന്നു തുടങ്ങും. മനസ്സെത്തുന്നിടത്ത് കൈ എത്താത്ത അവസ്ഥ വരരുത്. സ്പീഡ് അല്ലേ, നമ്മൾ എഴുതി കൂട്ടലൊക്കെ ഓട്ടോമാറ്റിക് ആവണം. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ പണ്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ നോക്കണം A എവിടെയാണ്, G എവിടെയാണ്. ചാറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ചിലവരൊക്കെ ഇങ്ങനെ ചാറ്റ് ചെയ്ത് വിടും ഫോണിൽ അല്ലേ, സ്ക്രീനിൽ നോക്കി ചാറ്റ് ചെയ്ത് വിടും. കീപാഡിൽ നോക്കേണ്ട കാര്യമില്ല. അതെങ്ങനെയാണ്? പ്രാക്ടീസ് ചെയ്തിട്ടാ. പ്രാക്ടീസ്. നിങ്ങളുടെ കൈ അവിടേക്ക് പോവുകയാണ് കീബോർഡിലായാലും. അതിനെയാണ് പറയുന്നത് പ്രാക്ടീസ്. ഒറ്റ ദിവസം കൊണ്ടുണ്ടായതാണോ? അല്ല, കാലങ്ങളായിട്ട് നമ്മൾ ചെയ്തത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചതാണ്. അതേപോലെ തന്നെയാണ് കാൽക്കുലേഷനൊക്കെ. അപ്പോൾ നിങ്ങൾ 18 × 20 360 എന്ന് പെട്ടെന്ന് വരണം. ആലോചിക്കാൻ ഒരു നിമിഷം പോലും കളയരുത്. ആലോചിക്കണം. 18 × 20 18 × 2 36 അല്ലേ? ഒന്ന് മൾട്ടിപ്ലൈ നോക്കാം. 18 × 2 36. അവിടെ പോയത് നമ്മളുടെ വളരെ വിലപ്പെട്ട ടൈമാണ്. അങ്ങനെ ചെയ്യരുത്. 18 × 20 360 എന്ന് അപ്പം തന്നെ നമ്മളുടെ മൈൻഡിലേക്ക് വരണം. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ക്യൂയുടെ കാര്യം കുറച്ച് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു. റീസണിങ് ആയാലും പസിൽസൊക്കെ ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ പസിലെടുത്ത് ടൈം വെച്ച് ചെയ്യാം. നല്ല ടഫ് പസിലൊക്കെ ഉണ്ടെങ്കിലും ടൈം വെച്ച് തന്നെ ചെയ്ത് പഠിക്കുക. അതേപോലെ സിലോജിസം ആയാലും ടൈം വെച്ച് ചെയ്ത് പഠിക്കുക. കോംപ്രഹെൻഷൻ ആയാലും ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ആയാലും എല്ലാം ടൈം വെച്ച് തന്നെ പഠിക്കുക. ടൈം വെച്ച് തന്നെ പഠിച്ചു പോവുക. എങ്കിൽ മാത്രമേ നമുക്ക് വിത്തിൻ ടൈം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. നമ്മളുടെ ഗോൾഡ് ബാച്ചിലൊക്കെ നമ്മൾ ഇതിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. വീക്ക്നെസ് ഇമ്പ്രൂവ്മെൻറ്റ്, സ്പീഡ് ആൻഡ് ആക്യുറസി ബിൽഡിംഗ് എന്ന് പറയുന്ന ലെവൽ 2 നമ്മൾ ഇതിനെല്ലാം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. മറക്കണ്ട. ബാങ്ക് ഗോൾഡ് ബാച്ചിനെ കുറിച്ച് അറിയാനൊക്കെ 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളുടെ കൗൺസിലിംഗ് ടീം ഫുൾ ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അതേപോലെ പ്രിലിംസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത കുട്ടികളുണ്ടാവാം. അവർക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് മെയിൻസ് ബാച്ചുകളുണ്ട്. മെയിൻസിന് വേണ്ടിയുള്ള കോച്ചിങ് മാത്രമാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുക, മെയിൻസിന് വേണ്ടി മാത്രം. അതിനെക്കുറിച്ച് അറിയാനും 7736122215 എന്നുള്ള നമ്പറിലേക്ക് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. ജസ്റ്റ് ഒന്ന് നിങ്ങൾ പഠിക്കുന്നതിൽ ഒരു ചേഞ്ച് വരുത്തി നോക്ക്. നിങ്ങൾക്ക് എന്തായാലും അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.